നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റിലേഷൻഷിപ്പ് റീഡിംഗ് എന്നുള്ള പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം, ഇപ്പോഴത്തെ അവസ്ഥ, നിങ്ങൾ ഉപേക്ഷിച്ച് പോയ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. ഇപ്പോഴത്തെ കറൻറ്റ് ഫീലിങ്സ് ആണ് നോക്കുന്നത്. ഇന്നലെ ന്യൂ മൂൺ ആയിരുന്നു. അപ്പോൾ നമ്മുടെ സോളുകൾ, നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, നമ്മളുടെ പിതൃക്കളുടെ ഒരു തിരിച്ചുവരവും കാര്യങ്ങളുമായിട്ടൊക്കെ നമ്മുടെ സോളുകൾക്കൊക്കെ നല്ലൊരു എനർജി ഉണ്ടാകും. ആ എനർജിയുടെ ഫലമായിട്ട് ഒരുപാട് ചേഞ്ചിങ് വരും. അതായത് കുറേ ആളുകൾക്ക് ഇന്നലത്തെ ദിവസം ഭയങ്കര ഡൗൺ ആയിരിക്കും, ഓവർ തിങ്കിങ്, എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഓർത്ത് ഇങ്ങനെ ചുമ്മാ കരയാൻ തോന്നുക, അങ്ങനെ ഒരുപാട് ഫീലിങ്സ് ഉണ്ടാകും. കുറേ ആളുകൾ വളരെ ഊർജ്ജസ്വലതയോടും ശക്തിയോടും കൂടി പ്രവർത്തിക്കും. അതിൻ്റെ എല്ലാം അർത്ഥം എന്ന് പറയുന്നത് അവരുടെ സോള് വളരെ നെഗറ്റീവും നല്ല ഹാപ്പിനെസ്സോടു കൂടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നവരുടെ സോള് പൂർണ്ണമായും പോസിറ്റീവും ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒരു അഫർമേഷൻ പറയുന്നത് പോലെ നിങ്ങളോട് എപ്പോഴും പറയുന്നത് നിങ്ങളുടെ സോളിനെ പോസിറ്റീവായി വയ്ക്കുക. ആ ടൈമിൽ കൂടുതൽ ഊർജം നിങ്ങളുടെ സോളിന് സ്വീകരിക്കാനും കൂടുതൽ ലൈഫിൽ വിജയിക്കാനും പല ഐഡിയാസുകളും ഒരുപാട് വാതിലുകൾ തുറന്നു കിടക്കുന്ന സമയമാണ് യൂണിവേഴ്സിൻ്റെ മുന്നിൽ. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നൊരു ടൈമാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും അങ്ങനെ ഒരു കാര്യം നിങ്ങളോട് പറയുന്നത്. പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ആർക്കൊക്കെ റെസനേറ്റ് ആവുമെന്ന് പറയാൻ സാധിക്കില്ല. റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടാറോ റീഡറിൽ നിന്നും നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്, നിങ്ങളുടെ വ്യക്തിപരമായ കാര്യം അറിയാൻ വേണ്ടിയിട്ട്. അതുപോലെ എൻ്റെ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ, നിങ്ങൾക്കൊരു ഗൈഡൻസ് വഴികാട്ടിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. നമുക്ക് ഞങ്ങളെ ഉപേക്ഷിച്ച് പോയ പേഴ്സൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, അവരുടെ തിങ്കിങ്, അവരുടെ ലൈഫ് സിറ്റുവേഷൻ ഒക്കെ നമുക്കിന്ന് എനർജിയിലൂടെ എന്താണ് നമുക്ക് ടാറോ നൽകുന്ന എനർജി എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നിങ്ങളെ ആയിട്ടുണ്ടായിരുന്ന ആ വ്യക്തിയുടെ ലൈഫ് എന്ന് പറയുന്നത്, നിങ്ങൾ പെട്ടെന്നൊരു സാഹചര്യത്തിൽ ഡെത്തായതാണ് കേട്ടോ. നിങ്ങളുടെ ഈ ലൈഫ് നിങ്ങൾ പോലും പ്രതീക്ഷിച്ചിരിക്കാത്ത സാഹചര്യത്തിൽ ഡെത്തായതായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസ് ഇല്ലായ്മ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തോ ഒരു സ്വരച്ചേർച്ചയില്ലായ്മ അങ്ങനെ വന്നിട്ടാണ് നിങ്ങളുടെ ബന്ധം പെട്ടെന്ന് അവിടെ ഡെത്ത് ആവുന്നത്. ശരിക്കും അത് നിങ്ങളുടെ ലൈഫിൽ വന്ന ഒരു നെഗറ്റീവ് എനർജിയാണ് അതിന് കാരണം. നിങ്ങളുടെ അത്രയും സ്നേഹവും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ലൈഫിനിടയിൽ വന്ന ഒരു എനർജി, ഒരു നെഗറ്റീവായ എനർജിയുടെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് ആ ലൈഫിൽ തകർച്ച വന്നത്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള തകർച്ച, അതായത് ഒട്ടും നിമിഷം പോലും ചിന്തിച്ചിരിക്കാതെ അങ്ങനെ ഒരു അകൽച്ചയോ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ വരുമെന്നൊന്നും നിങ്ങൾ സ്വപ്നത്തിൽ ചിന്തിക്കാണ്ടിരുന്നപ്പോൾ സംഭവിച്ച ഒരു ഡെത്ത്, ഒരവസാനം. അപ്പം അതിൽ നിന്നും അവർ പോയതോ വളരെ പ്രതീക്ഷയോടു കൂടിയാണ് മറ്റൊരു സാഹചര്യത്തിലേക്ക് പോയത്. അവരവിടെ ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് വർണ്ണാഭമായ ഒരു സാഹചര്യം ലഭ്യമാകുമെന്നും അവർക്ക് ഭയങ്കര അബണ്ടൻസും സമൃദ്ധിയും ഉണ്ടാകുമെന്ന് ചിന്തിച്ചാണ് നിങ്ങളുടെ വ്യക്തി ആ സാഹചര്യത്തിലേക്ക് പോയത്. പക്ഷേ അവർ ചെന്നുപെട്ട സാഹചര്യം എന്ന് പറയുന്നത് ടു ഫേസ് ഉള്ള ഒരു സാഹചര്യത്തിലാണ്, ഒരു വ്യക്തിയിലേക്കാണ് കേട്ടോ പോയത്. അതായത് അവർ ചിന്തിച്ചതൊന്നുമല്ല, പുറമേ കണ്ടതൊന്നുമല്ല അവരുടെ അനുഭവം. അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ആ ഒരു സിറ്റുവേഷനെ ഒന്ന് സേഫ് ആക്കാനും ഒന്ന് ഓർഡർ ആക്കാനും ഒക്കെ അവർ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് കേട്ടോ. പക്ഷേ അവിടെ എല്ലാം അയാൾക്ക് പരാജയം മാത്രമാണ് ആ വ്യക്തിക്ക് നേരിടാൻ സാധിച്ചുള്ളൂ. കാരണം ഒരിക്കൽ പോലും വിട്ടുവീഴ്ചയില്ലാതെ സ്ട്രെങ്ത് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തെ, എല്ലാ കാര്യങ്ങൾക്കും മറ്റൊരു വ്യക്തിയെ അനുസരിക്കില്ലാത്ത, ഇവരുടെ ഭാഗത്ത് ആണ് പവറെന്നും ഇവരുടെ വാക്കുകൾക്കാണ് ക്ലാരിറ്റി എന്നും ഇവർ പറയുന്നത് നടക്കണമെന്നും ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് നിങ്ങളുടെ പേഴ്സൺ ചെന്നുപെട്ടത്. അവരിപ്പോൾ വളരെയധികം ഫോക്കസ് ചെയ്യുകയാണ്, അതായത് റിസ്ക് എടുക്കുകയാണ്. കാരണം അവർ ഒരുപാട് അനുഭവിച്ചു, ഒരുപാട് ബർഡൻ ചുമന്നു, അവരൊരുപാട് ശ്രമിച്ചു. അവരിപ്പം ആ പാസ്റ്റിലെ അവരുടെ ഒരു സമാധാനവും സന്തോഷവും ഉണ്ടായിരുന്ന അന്തരീക്ഷത്തെക്കുറിച്ച് തിങ്കിങ് ചെയ്യുകയാണ്. ഓവറായിട്ട് അവർ ആ ഒരു നിങ്ങളോടൊത്തുണ്ടായിരുന്ന ആ ഒരു കാര്യം തിങ്കിങ് ചെയ്യുകയാണ്. അവരവസാനിപ്പിക്കുകയാണ് അവരുടെ ബർഡൻ, അവരുടെ ആ ഒരു ദുഃഖവും ഭാരവും പ്രശ്നവും എല്ലാം അവർ അവസാനിപ്പിക്കാൻ തന്നെ പൂർണ്ണമായും തീരുമാനിച്ച് പൂർണ്ണമായും നിങ്ങളിൽ അവർ ഫോക്കസ്ഡ് ആവുകയാണ് കേട്ടോ.
എന്ത് റിസ്ക് എടുക്കാനും തയ്യാറാണ്. അവർക്ക് നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ടെന്ന് അവർ അങ്ങനെ ഒരു ഉറച്ച തീരുമാനം, അവർക്കൊരു പവറായി, അതായത് ഊർജ്ജമായി അവർക്ക്, അതായത് അവരുടെ സോള് നല്ല ഊർജ്ജസ്വലമാവുകയാണ്. ഭൂരിപക്ഷം വ്യക്തികൾ ഇപ്പോൾ തിരിഞ്ഞു പോന്നുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങളിൽ എത്തിപ്പെട്ടവരുണ്ടാകാം, നിങ്ങളെ ജസ്റ്റ് കോണ്ടാക്റ്റ് ചെയ്തവരുണ്ടാകാം. അതായത് അവരേത് സാഹചര്യത്തിലാണോ നിന്ന 6 ഓഫ് സോഴ്സാണ് വരുന്നത്. അവരേത് സാഹചര്യത്തിലാണോ നിന്നെ ആ സാഹചര്യത്തിൽ നിന്നും അവർ നെക്സ്റ്റ് ദിശയിലേക്ക്, അടുത്ത ദിശയിലേക്ക് അവർ മാറുകയാണ്. അവർ ഒരുപാട് പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കേട്ടോ വരുന്നത്. അവർ നല്ല ഊർജ്ജസ്വലതയോടും സ്ട്രോങ് ആയിട്ട് അവരവരുടെ പഴയ ലൈഫിലേക്ക് തന്നെ തിരിച്ചു പോരുകയാണ്. അവരുടെ പഴയ ലൈഫ് തന്നെ മതി അവർക്കെന്നുള്ള ഒരു പൂർണ്ണമായ തീരുമാനത്തോടു കൂടി അവർ തിരിച്ച് നടക്കുകയാണ്. അത് വളരെ ശക്തമായി തന്നെയാണ് അവർ തീരുമാനിച്ചേക്കണം. എന്തു പ്രതിസന്ധിയെയും അവർ നേരിടാനും അതുപോലെ അവർക്ക് നല്ല വിശ്വാസവുമുണ്ട് തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരാമെന്നും നിങ്ങളെല്ലാം മനസ്സിലാക്കി തന്നെ പെരുമാറുമെന്നും അവർക്ക് നല്ല പോലെ ഉറച്ചൊരു വിശ്വാസമുണ്ട്. അവരോട് കൂടെ ഉള്ളവരുമായിട്ട് നല്ലപോലെ ഫൈറ്റിംഗ് ഉണ്ട്. എല്ലാ തടസ്സങ്ങളെയും മറികടക്കാൻ തയ്യാറാണ് അവർ. പക്ഷേ അവരുടെ കൂടെ നിൽക്കുന്നവരൊന്നും ഒരിക്കലും അവർക്ക് നന്മ വരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അവരുടെ ഒരു തകർച്ചയെയും അവരുടെ വിജയത്തെ അവരുടെ കൂടെയുള്ളവരൊന്നും സന്തോഷിക്കുന്നില്ല. അതായത് നിങ്ങളിലേക്ക് വരുന്നതിലൊന്നും അവരുടെ കൂടെയുള്ളവർക്ക് വലിയ ഹാപ്പിനെസ് ഒന്നുമില്ല. അതായത് ഇപ്പോൾ നമ്മുടെ കസിൻ ബന്ധു, അതായത് നമ്മുടെ വേണ്ടപ്പെട്ടവരായ ബന്ധുമിത്രാദികളായിരിക്കാം അതിനകത്ത് ഇൻവോൾവ് ആയിരിക്കുന്നത്. കാരണം അവർക്ക് വലിയ സന്തോഷവും ഇതൊന്നും ഇല്ല നിങ്ങളിലേക്ക് നിങ്ങളുടെ ആ വ്യക്തി വരിക എന്നതുകൊണ്ട്. ദ കിങ് ഓഫ് പെന്റിക്കിൾസ് ആണ്. പുള്ളി പൂർണ്ണമായും ശക്തമായിട്ടാണ് വരുന്നത്. എല്ലാ രീതിയിലും പുള്ളി ആ ഒരു നല്ല തീരുമാനമെടുത്തു, ഒരു പക്വതയോടുകൂടിയ തീരുമാനം എടുത്തു കഴിഞ്ഞു. പക്വതയോടുകൂടി തന്നെയാണ് ഇനി നിങ്ങളിലേക്ക് ആ വ്യക്തി വരാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ പുള്ളിയുടെ മുമ്പിൽ ഒരുപാട് ഓപ്ഷൻസ് വേറെ വരുന്നുമുണ്ട്. അതുപോലെ തന്നെ വരുന്നതിനെ ഒന്നും പുള്ളിക്ക് അംഗീകരിക്കാനൊന്നും വലിയ താല്പര്യമില്ല. അതൊന്നും പുള്ളി കാണുന്ന പോലുമില്ല. നിങ്ങളിലെത്തുക ആ ഒരു ലക്ഷ്യമാണ്. അതിനുവേണ്ടി ഊർജം തയ്യാറാക്കുകയാണെന്ന് പറയാം. നിങ്ങളിൽ എത്തിച്ചേരുക, നല്ലൊരു ഉറച്ച തീരുമാനം എടുത്തിരിക്കുകയാണ്. പുള്ളിയുടെ മുമ്പിൽ എന്ത് കൊണ്ടുവന്ന് വെച്ചാലും അവരിപ്പോൾ അതൊന്നും കാണുന്നില്ല. പൂർണ്ണമായിട്ട് നിങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്യുകയാണ്. അതായത് നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ തന്നെയാണ് അവർക്കൊരു സുസ്ഥിരത തോന്നിക്കുന്നത്. ആ ബന്ധത്തിനാണ് അവരൊരു പ്രാധാന്യം കൽപ്പിക്കുന്നത് കേട്ടോ. ഇപ്പോൾ അവരുടെ അനുഭവം കൊണ്ട് അവർ അത് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ക്യൂൻ ഓഫ് വാൺസ് ആണ് അവർ ചെന്ന് പെട്ട സാഹചര്യം എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ രണ്ട് മുഖം, അതായത് ഒരു ഷാഡോ ഉള്ള വ്യക്തി, അതായത് യാതൊരു വിട്ടുവീഴ്ചയില്ലാതെ അവരുടെ ആ ഒരു അവർക്കൊരു മറ്റുള്ള കാര്യങ്ങളോട്, ബാഹ്യമാകുന്ന കാര്യങ്ങളോട് കൂടുതൽ അഡിഷനുള്ള പണം, അതുപോലെ മറ്റുള്ള അങ്ങനെയുള്ള ബാഹ്യമാകുന്ന പണത്തിനോടും അതുപോലെ മറ്റു അബണ്ടൻസായ കാര്യങ്ങളോടും ഭയങ്കരമായും ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ്. അതിനുവേണ്ടി നിങ്ങളുടെ വ്യക്തിയും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് അത് നൽകാനും കൊടുക്കാനും ഒക്കെ ആ വ്യക്തിയും തയ്യാറായിരുന്നു. ഒരുപാട് ഹെൽപ്പ് ചെയ്യുകയും മറ്റുമൊക്കെ ചെയ്തിരുന്നു ആ വ്യക്തിനെ. ഏതൊക്കെ രീതിയിലാണോ ആ വ്യക്തിയെ ഇവരുടെ ഒപ്പം നിർത്താൻ പറ്റുന്ന ആ സഹനങ്ങൾ മുഴുവനും നിങ്ങളുടെ പേഴ്സൺ കഴിക്കുകയും ആ വ്യക്തി വളരെ ഹാപ്പിനെസ്സോടു കൂടി തന്നെ പക്വതയോടുകൂടി തന്നെ ഈ വ്യക്തിയെ ഈ തേർഡ് സിറ്റുവേഷനെ കൈകാര്യം ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ ഹാർട്ട് ബ്രേക്കിങ് മാത്രമാണ് നിങ്ങളുടെ വ്യക്തിക്ക് ലഭിക്കാൻ പറ്റിയത്. ഒറ്റപ്പെടലും ദുഃഖവും ഏകാന്തതയും ഒരുപാട് ഫീലിങ്സും, മറ്റുള്ളവരോട് പറയാനൊരു നമ്മുടെ ഒരു പ്രോബ്ലം പറയാൻ ഒരാളില്ലാതെ എവിടെയോ ഒതുങ്ങിക്കൂടേണ്ട അല്ലെങ്കിൽ എവിടെയോ ഒളിച്ച് മറഞ്ഞിരിക്കേണ്ട ഒരു സാഹചര്യത്തെയാണ് നിങ്ങളുടെ വ്യക്തിയിൽ കാണുന്നത്. കാരണം ആ വ്യക്തി അത്രത്തോളം നിരാശയും ബർഡനും ചുമക്കേണ്ട വന്നു. കാരണം ആ വ്യക്തിക്കറിയാം ആ വ്യക്തി പോയ ദിശ ശരിയല്ല, തെറ്റായ ദിശയിലേക്ക് പോകുന്നു എന്ന് പൂർണ്ണമായും ആ വ്യക്തിക്ക് നിങ്ങളുടെ പേഴ്സണ് മനസ്സിലായി കഴിഞ്ഞു. നിങ്ങളുടെ പേഴ്സൺ ആ ഒരു സാഹചര്യത്തിൽ അങ്ങ് ഒറ്റയ്ക്ക്, അതായത് ഒതുങ്ങിക്കൂടുക എന്ന് പറയില്ലേ, നമ്മളെല്ലാം ഉപേക്ഷിച്ച് ഒരു സ്ഥലത്തേക്ക് മാറുക അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ ഒതുങ്ങിക്കൂടുക എന്ന ഒരു
അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കാണുന്നത്. ഡെത്താണ്. അവർ ആ സാഹചര്യം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവർക്കിനി ആ സാഹചര്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലാതെ, കാരണം ശ്വാസം മുട്ടിക്കുന്ന ഒരു ബന്ധം, ഒരു കാരണവശാലും നമുക്കതിനെ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു ബന്ധം, അതായത് ഇതിനെ ഈ ഒരു 3 ഓഫ് സോഴ്സ് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുകയാണ് അവർ. ഉപേക്ഷിക്കലിനെയും ഭയത്തെയും ഒക്കെയാണ് അവർക്കതിനെ ഭയങ്കരമായും ഉൾക്കൊള്ളാൻ വയ്യാത്തൊരവസ്ഥയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ സ്വീകരിക്കുമോ എന്നുള്ള ഒരു ഹാർട്ട് ബ്രേക്കിംഗ് കൂടി അവരുടെ ഉള്ളിലുണ്ട്. അങ്ങനെ അവർ ദുഃഖവും ഏകാന്തതയും ഒക്കെ അനുഭവിക്കുന്നതിന് എല്ലാം കൊണ്ടും അവരുടെ സോള് തീരുമാനിച്ചു ഈ സാഹചര്യത്തെ, അതായത് അവരിപ്പോൾ നിൽക്കുന്ന സാഹചര്യത്തെ ഡെത്താക്കുക. കാരണം ആ സാഹചര്യത്തെ നിലനിർത്താൻ വേണ്ടി ഒരുപാട് റിസ്ക് എടുക്കുകയും അതിനുവേണ്ടി അവർ ചെയ്യാത്ത ഉള്ള ബർഡൻ മുഴുവൻ ചുമക്കുകയും അതുപോലെ ആ സാഹചര്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ട്രൈ ചെയ്യുകയും ചെയ്ത് അവിടെ അവരതിനൊരു സമാധാനമുള്ള അന്തരീക്ഷമാക്കാൻ, പക്ഷെ അവർ ഇമോഷണലി ഡൗൺ ആയി പോവുകയും ചെയ്തു. കാരണം ഒരു കാരണവശാലും ആ ഒരു കണക്ഷൻ, അവർ പോയൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ്. ആ തേർഡ് പാർട്ടി സിറ്റുവേഷന് പോലും ആ 2 വ്യക്തികൾക്ക് ഒരിക്കലും ഒരു സ്വരച്ചേർച്ചയില്ലായിരുന്നു. എപ്പോഴും അവർക്കിടയിൽ ഒരു കല്ലുകടി അല്ലെങ്കിൽ അവർക്കിടയിൽ ഒരു യോജിപ്പില്ലായ്മ. അതുകൊണ്ട് അവരെന്ത് ചെയ്യുകയാണ്, അവർ ആ ഒരു സിറ്റുവേഷൻ ഉപേക്ഷിക്കുകയും, അതായത് 6 ഓഫ് സോഴ്സ് ആണ്, അവർ വേറൊരു ദിശയിലേക്ക് പോരുകയാണ്. അവരിപ്പോൾ നിൽക്കുന്ന ആ ദിശയിൽ നിന്നും അവരേതാണോ അവർക്ക് സമാധാനവും സന്തോഷം കിട്ടുന്ന ആ ദിശയിലേക്ക് പോരുക എന്ന് തന്നെ തീരുമാനിച്ചു. ആ ഒറ്റപ്പെടൽ, ഹാർട്ട് ബ്രേക്കിങ്ങിൽ നിന്നും എല്ലാം അവരാകെ കാണുന്ന ഒരു സന്തോഷം നിങ്ങളോടൊത്തുണ്ടായിരുന്ന നിമിഷങ്ങളാണ്. അവരത് ഓർത്ത് സന്തോഷിക്കുകയാണ് കേട്ടോ ഈ നിമിഷം. അവർ ഈ സാഹചര്യത്തെ ഡെത്താക്കുകയും വേറൊരു സാഹചര്യത്തിന് റീബർത്ത് കൊടുക്കുകയും ചെയ്യുന്നു. അതായത് നിങ്ങളിലേക്ക് വരാൻ പറ്റുമെന്നും നിങ്ങളിലോടൊത്ത് ആ പഴയ പോലെ തന്നെ സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ പറ്റുമെന്നും അവർ തിങ്കിങ് ചെയ്യുകയാണ്. അവരതിനെക്കുറിച്ച് ഓർത്ത് സന്തോഷിക്കുകയാണ്. എത്രയും വേഗം അവർക്ക് അർഹമാകുന്ന ആ ഒരു സ്ഥലത്ത് എത്തിച്ചേരാൻ പറ്റുമെന്നോർത്ത്. ദ ഹാങ്ക്ഡ് മാൻ റിവേഴ്സാണ് വന്നിരിക്കുന്നത്. കാരണം ആ വ്യക്തി അവിടെ എന്തായിരുന്നു, വെറും ഒരു ഇരയായിരുന്നു, വിക്റ്റിമായിരുന്നു. കാരണം ആ വ്യക്തിയെ ഒരിക്കലും അംഗീകരിച്ചില്ല. ആ വ്യക്തി പ്രതീക്ഷിച്ചതും ഒന്നുമല്ല വ്യക്തിക്ക് കിട്ടിയത്. ആ വ്യക്തി വളരെയധികം ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ എന്ത് ചെയ്തിരുന്നു, ഹോൾഡ് ചെയ്ത് പിടിച്ചിരുന്നു. അതിൽ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അവർ ഓവറായിട്ട് പ്രെയർ ചെയ്യുകയും അതുപോലെ ഒരുപാട് കോൺസെൻട്രേഷൻ കൊടുത്ത് ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കാൻ നിങ്ങളുടെ പേഴ്സൺ ശ്രമിച്ചിരുന്നു. പക്ഷേ അവർക്കതൊന്നും ഫലപ്രദമായില്ല. അവർക്കിപ്പം വ്യക്തമായി അവരുടെ സ്കിൽസ് അവർ ഉപയോഗിച്ചു തുടങ്ങി, അവർ പ്രതികരിച്ചു തുടങ്ങി, അവർ പ്രെയറും മാനിഫെസ്റ്റേഷനും ഒക്കെ ചെയ്തു തുടങ്ങി. അവർ ആ സാഹചര്യത്തിൽ നിന്നും നിങ്ങളിലേക്ക് എത്താൻ, കാരണം ഒരു യെല്ലോ കളറാണ് ദ മജീഷ്യൻ എന്ന് പറഞ്ഞ കാരണം ഒരു സൺറൈസിങ് ആണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്. എത്രയും വേഗം ആ ഒരു ഘട്ടത്തിൽ നിന്നും മാറുക, ഏറ്റവും സമാധാനവും സന്തോഷവും വിജയവുമുള്ള ഭാഗത്തേക്ക് പോരുക എന്ന് തന്നെ നിങ്ങളുടെ പേഴ്സൺ ആഴത്തിൽ ചിന്തിക്കുന്നു. അവരവിടെ എടുക്കുന്ന എല്ലാ റിസ്ക് എടുക്കുമ്പോഴും, അവരെന്തെല്ലാം പ്രശ്നങ്ങളിൽ നേരിടുമ്പോഴും, അവരൊരുപാട് സ്ട്രഗിൾ ചെയ്യുമ്പോഴും ഭയപ്പെടുമ്പോഴും എല്ലാം അവർ നിങ്ങളെ ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ് കേട്ടോ. നിങ്ങളിലേക്ക് എത്താൻ പറ്റും. അവിടെ അവരൊരു സമൃദ്ധിയും സന്തോഷവും ആനന്ദവും ഒക്കെ നിങ്ങളുടെ ഓർമ്മകളിലൂടെ അവർ കാണുകയാണ്. അവിടെ ഒരു വെളിച്ചമാണ്, ഒരു ചെറിയ വെളിച്ചമൊന്നുമല്ല കേട്ടോ, ഒരു സൺറൈസിങ് പോലെ, ഒരു വലിയ സൂര്യോദയം പോലുള്ള ഒരു പ്രകാശമാണ് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അവരുടെ ഹൃദയത്തിൽ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അവർ വളരെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് കേട്ടോ, ഭയപ്പെടുന്നുണ്ട്. മുന്നോട്ട് മൂവ് ഓൺ ചെയ്യാനോ തിരിഞ്ഞ് നടക്കാനോ ഒക്കെ അവർക്ക് ഉൾഭയമുണ്ടെങ്കിലും അവർ നിങ്ങളെ ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. നിങ്ങളോട് ദ ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കവാടം തുറന്ന് കിടക്കുകയാണ്. ബ്ലെസ്സിങ്സ് ആണ്, ആനന്ദത്തിൻ്റെ കവാടം നിങ്ങൾക്ക് മുന്നിൽ തുറന്ന് കിടക്കുകയാണ്. സൺ റൈസിങ്ങിൻ്റെ കവാടം നിങ്ങൾക്ക് മുന്നിൽ തുറന്ന് കിടക്കുകയാണ്. അവരൊരു പുതിയ പ്രണയത്തോടു കൂടി നിങ്ങളെ കാണുകയും നിങ്ങളിൽ അവർ ഭയങ്കര അട്രാക്റ്റീവ് ആവുകയും നിങ്ങളിലെ ആ ഒരു ഒപ്പമുണ്ടായിരുന്ന ആ ഒരു സന്തോഷത്തെയും സുഖത്തെയും ഒക്കെ അവർ
ഭയങ്കരമായ ബ്ലെസ്സിങ്സോടുകൂടി കാണുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, നല്ല പോലെ നിങ്ങളെ അവരിലേക്ക് അടുപ്പിക്കാൻ വേണ്ട കാര്യം. കാരണം എപ്പോഴും നിങ്ങൾ ചിലപ്പെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് അവരുടെ ഒരു തിങ്കിങ്, നിങ്ങൾ മറ്റു പല കാര്യങ്ങളിൽ പോകുമ്പോഴും അവരുടെ ആ ഒരു തിങ്കിങ് നിങ്ങളിലേക്ക് വരുന്നുണ്ടാകും. അതിൻ്റെ എല്ലാം കാരണം എന്ന് പറഞ്ഞാൽ അവർ ഓവർ തിങ്കിങ് ചെയ്യുന്നു. അതായത് സോളുകൾ തമ്മിൽ ഭയങ്കരമായിട്ട് കണക്റ്റ് ആകുന്നു. അപ്പോൾ ഈ ന്യൂമൂൺ ടൈം എന്നൊക്കെ പറഞ്ഞാൽ ചിലർക്ക് ഭയങ്കര സാഡായ സമയവും ചിലർക്ക് വളരെ ഹാപ്പിനെസ് തോന്നുന്ന സമയമാണ്. കാരണം നിങ്ങളുടെ സോളെന്ന് പറയുന്നത് നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾ സാഡായ ഒരു സാഹചര്യമായിരിക്കും ഈ ന്യൂമൂൺ ടൈമിലും നമുക്ക് ഈ ചേഞ്ചിങ്, അതായത് പ്രകൃതിയിൽ വരുന്ന ഓരോ ചേഞ്ചിങ് ടൈമുകളിലും നമുക്ക് സംഭവിക്കുന്നത്. അതേസമയം നിങ്ങളുടെ സോള് നല്ല ഊർജ്ജസ്വലവും പോസിറ്റീവുമാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഹാപ്പിനെസ്സും പുതിയ പുതിയ മാർഗങ്ങളും വഴികളും തുറന്നു വരും. കാരണം ഈ ടൈമിൽ പിതൃക്കൾ വരുന്ന ടൈമിൽ എന്ന് പറഞ്ഞാൽ ഫുൾ ഓപ്പണിംഗ് ആണെന്നാണ് പറയണത് നമ്മുടെ പ്രപഞ്ചം. എല്ലാ വാതിലുകളും ഓപ്പണിംഗ് ടൈമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങളും ഒരുപാട് പോസിറ്റീവായ എനർജികളും നമ്മൾക്ക് സ്വീകരിക്കാൻ പറ്റും. അങ്ങനെ സ്വീകരിക്കണമെങ്കിൽ എന്തായിരിക്കണം? നമ്മുടെ സോള് പോസിറ്റീവായിരിക്കണം. എപ്പോഴും ഞാൻ പറയാറില്ലേ, നമ്മുടെ സോളിനെ പോസിറ്റീവായി വെക്കുക. നമുക്ക് മറന്നു കളയേണ്ട കാര്യത്തെ മറന്നു കളയുക. അത് നമ്മളിലേക്ക് വരാനാണെങ്കിൽ വന്നോളും. നമുക്ക് പോസിറ്റീവായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സോൾ ഓട്ടോമാറ്റിക്കലി കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അത് പോസിറ്റീവായി വന്നോളും കേട്ടോ. അപ്പം അതുപോലെ തന്നെ അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുക? നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളെ ഫോളോ ചെയ്യുകയും നിങ്ങളെക്കുറിച്ച് പൂർണ്ണമായി അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആരോടൊക്കെയോ നിങ്ങൾക്ക് തലങ്ങും വിലങ്ങും അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഓരോ ദിവസവും എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇൻവോൾവ് ആവുന്നത്, ഏതൊക്കെ വഴിക്കാണ് പോകുന്നത്, എന്താണ് ഇടുന്നത്, ഏതൊക്കെ അങ്ങനെ നിങ്ങളെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, പറയുന്നത്, ഇതെല്ലാം അവർ ഓട്ടോമാറ്റിക്കലി എല്ലാ രീതിയിലും വാച്ചിങ് ചെയ്യുന്നത് കൂടാതെ നിങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു കൊണ്ടും ഇരിക്കുന്നുണ്ട്, നിങ്ങളെ പ്രെയർ ചെയ്യുന്നുണ്ട്. ഇതിൽ ആരുടെയൊക്കെ എനർജിയാണെന്ന് എനിക്കറിയില്ല. ചില വ്യക്തികളൊക്കെ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുകയും കോണ്ടാക്റ്റ് ചെയ്യാൻ ഉടനെ തന്നെ ആ കോണ്ടാക്റ്റിൽ വരികയും ചെയ്തിരിക്കും കേട്ടോ. 100% ഞാൻ നിങ്ങൾക്ക് തരുന്നു. വീൽ ഓഫ് ഫോർച്യൂണാണ്. വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലം മനസ്സിലാക്കി കൊടുത്തു അവർക്ക്. അതായത് നിങ്ങളുടെ സമയം, നിങ്ങളുടെ നന്മ, നിങ്ങളുടെ പ്രഷ്യസായ അവസ്ഥ, നിങ്ങൾ എത്രത്തോളം പൂർണ്ണത ഉള്ളതായിരുന്നു, നിങ്ങൾ എത്രത്തോളം വേണ്ടിയിരുന്നതാണെന്നും നിങ്ങളായിരുന്നു അവരുടെ ഏറ്റവും പോസിറ്റീവായൊരു വശമെന്നും നമ്മളുടെ വീൽ ഓഫ് ഫോർച്യൂൺ, നമ്മുടെ കാലം അവർക്ക് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർ ഇമോഷണലി അവർ ഓക്കെ ആവണമെങ്കിൽ, അവർക്ക് വിജയം കൈവരിക്കണമെങ്കിൽ, അവർ ചിന്തിക്കുന്ന ഒരു സ്ഥാനത്ത് എത്തിച്ചേരണമെങ്കിൽ, അവർക്ക് സമാധാനത്തോടും സുഖത്തോടും കൂടി ഈ കാലം മുന്നോട്ട് പോകണമെങ്കിൽ അവർക്ക് നിങ്ങളിൽ തന്നെ വന്നു ചേർന്നാലേ പറ്റുള്ളൂ എന്ന് അവർക്ക് കാലം മനസ്സിലാക്കി കൊടുത്തിരിക്കുകയാണ്. കാരണം നിങ്ങളായിരുന്നു അവരെ എല്ലാ രീതിയിലും, അവരുടെ കുറവുകളെയും അവരുടെ എല്ലാ കാര്യങ്ങളെയും അക്സെപ്റ്റ് ചെയ്യാനും അവരെ പൂർണ്ണമായും അംഗീകരിക്കാനും കഴിയുന്നത് നിങ്ങൾക്ക് മാത്രമാണെന്ന് വീൽ ഓഫ് ഫോർച്യൂൺ കാലം അവർക്ക് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരത് പൂർണ്ണമായി മനസ്സിലാക്കിയാണ്. അവർ ശരിക്കും ഹീലാവുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, അവരുടെ സോളിന് ചേഞ്ചിങ് വന്നു കഴിഞ്ഞു. ഇന്നലെ നമ്മളുടെ റീഡിങ്ങിൽ അവരുടെ സോളിന് ചേഞ്ചിങ് വന്നു കഴിഞ്ഞു. കുറച്ച് പേരൊക്കെ കോണ്ടാക്റ്റിൽ വരുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ആർക്കൊക്കെ വന്നിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷേ എത്രയും പെട്ടെന്ന് വരും. അവർ പക്വതയോടുകൂടി ശാന്തമായി ചിന്തിച്ചു തുടങ്ങി. അവർ ഒരു ഹീലായി തുടങ്ങി. അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു നെഗറ്റിവിറ്റീനെല്ലാം അവർ ഹീലായി തന്നെ ഓൾറെഡി തന്നെ ഹീലായി പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. അതുപോലെ തന്നെ അവരൊന്ന് റെസ്റ്റ് എടുക്കുകയാണ്. ഒരു തുടക്കത്തിന് വേണ്ടി, ഒരു പുതിയ യാത്രയ്ക്ക് അല്ലെങ്കിൽ പുതിയ ഒരു അവസ്ഥയിൽ എത്താനായിട്ട് അവർ റെസ്റ്റ് എടുക്കുകയാണ്. അവരുടെ ഉള്ളിൽ കുറ്റബോധമുണ്ട് കേട്ടോ. അവർക്കൊരു ജസ്റ്റിസ് നേരിടേണ്ട വന്നു. അവർ ജസ്റ്റിസ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ആ ഒരു സാഹചര്യം ഡെത്തായി. അവരിപ്പോൾ നിൽക്കുന്ന ആ സാഹചര്യം അവർ
ഡെത്താക്കാൻ തീരുമാനിച്ചു. ഇനി അത് കാലമായിട്ട് ഡെത്താക്കി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവർക്ക് ബാലൻസ് ആവുകയും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയും ചെയ്യുമെന്നാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജി. അതുപോലെ തന്നെ അവരിപ്പം നല്ല ഹാപ്പി ആയിട്ടൊക്കെയാണ് കേട്ടോ നിൽക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ആ സാഹചര്യത്തിലല്ല, നിങ്ങളെക്കുറിച്ചുള്ള തിങ്കിങ്ങിലും നിങ്ങളോടൊത്തുണ്ടായിരുന്ന ആ ഒരു പഴയ ലൈഫിനെ കുറിച്ചുള്ള തിങ്കിങ്ങിൽ അവർ വളരെ ഹാപ്പിയാണ്. ഒറ്റയ്ക്കാണെങ്കിലും അവർ ആ ഒരു കാര്യങ്ങളൊക്കെ ഓർത്ത് സന്തോഷിക്കുന്നതായിട്ടാണ് കേട്ടോ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. കൂടാതെ തന്നെ നമുക്കിവിടെ വന്നിരിക്കുന്നത് ദ ഫൂൾ കാർഡാണ്. ഫൂൾ കാർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ തുടക്കം. ഉറപ്പായിട്ടും ഒരു പുതിയ തുടക്കം നിങ്ങളിലേക്ക് വരികയാണ്. അത് ക്വിക്ക് ആക്ഷനാണ്. ഒരു ആൻസൈറ്റിയും പ്രോബ്ലവും ഒക്കെ മാറി അവർ പൂർണ്ണമായും മുന്നും പിന്നും നോക്കാതെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിരിക്കുന്നതോ 3 ഓഫ് കപ്സ് ആണ്. ഒരു മതിമറന്ന സന്തോഷം, നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ചേർന്നൊരു മതിമറന്ന സന്തോഷം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. അതുപോലെ തന്നെ നമ്മൾക്ക് ഏഞ്ചൽ മെസ്സേജ് ആയിട്ട് വന്നിരിക്കുന്നത് അൺലൈക്കിലി എന്നാണ്. അസാധ്യമായത്, അതായത് നിങ്ങൾ ചിന്തിക്കുന്ന കാര്യം നിങ്ങൾക്ക് അസാധ്യമായി തോന്നുന്നുണ്ടാവാം, അത് നിങ്ങളിലേക്ക് വരില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെയല്ല. ഒന്നെങ്കിൽ അത് നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളിൽ എത്തിച്ചേരുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. റിക്കവറി, നിങ്ങൾ വീണ്ടെടുക്കുക. നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും നിങ്ങൾ ശക്തമാക്കുക, ഊർജ്ജസ്വലമാക്കുക. കാലക്രമേണ നിങ്ങളുടെ എല്ലാ പ്രോബ്ലങ്ങളും മാഞ്ഞു പോകുകയും നിങ്ങൾ പോലും ചിന്തിക്കാത്ത സന്തോഷകരമായ ഒരു ഭാവി നിങ്ങളിലേക്ക്, ഒരു ഫ്യൂച്ചർ നിങ്ങളിലേക്ക് എത്തിച്ചേരുമെന്നാണ് നമ്മൾക്ക് യൂണിവേഴ്സ് നൽകുന്നത്. നിങ്ങൾ ശക്തിയായിട്ട്, നിങ്ങളുടെ സോളിനെ നിങ്ങൾ ശക്തിയായിട്ട് വയ്ക്കുക. നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും വരും. നിങ്ങളെപ്പോഴും നന്ദിയുള്ളവരായിട്ടിരിക്കുക എന്നാണ് നമ്മളോട് പറയുന്നത്. എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ നിങ്ങൾക്കിതൊരു നല്ല ഗൈഡൻസ് ആയിട്ട് തോന്നുന്നുവെങ്കിൽ, നിങ്ങൾക്കിത് പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കേണ്ടതാണ്. പിന്നെ എപ്പോഴും നമ്മുടെ സോളിനെ പോസിറ്റീവായിട്ട് വെക്കുക. നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് എല്ലാ നന്മകളും വന്ന് കൊള്ളും. നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് നന്മകൾ വന്നുകൊള്ളും. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഗോഡ് ബ്ലെസ് യു.